ഫ്രണ്ട്സ്, എല്ലാവർക്കും രുദ്രാർദ്ര 2002 പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ നമുക്ക് പറയാനുള്ളത് വളരെയധികം ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ വാർത്ത നമ്മൾ കുറച്ച് മുമ്പേ മെഹറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇതേ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ കുട്ടികളെ കുറിച്ചൊക്കെ ഇവിടെ നമുക്ക് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ് പറയാനുള്ളത്. വെറും 14 അല്ലെങ്കിൽ 15 വയസ്സ് പ്രായമുള്ള ഷഹബാസ് എന്ന് പറഞ്ഞൊരു കുട്ടി മരണപ്പെട്ടിരിക്കുകയാണ്. ഈ മരണം എന്ന് പറയുന്നത് ഒരു അപകട മരണമോ അല്ലെങ്കിൽ ഒരു അസുഖം എന്നുള്ള മരണമോ ഒന്നുമല്ല. കൂട്ടുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന മരണം. കൂട്ടുകാരെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ കൂടെ പഠിക്കുന്നവർ എന്ന ഒരു അർത്ഥത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. തൻ്റെ കാരണത്താൽ അല്ലാതെ മീൻസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കുറ്റം ചെയ്തിട്ട് നമ്മൾ ഏറ്റുവാങ്ങേണ്ടി വന്ന ഒരു മരണമല്ല. ചെന്ന് പോയി വാങ്ങുക, എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ ക്യാരക്ടർ ഏത് രീതിയിലേക്കാണ് പോകുന്നതെന്ന് എനിക്കറിയില്ല. കോഴിക്കോട് താമരശ്ശേരിയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ന്യൂസ് ക്ലിപ്പിംഗ്സ് ഉണ്ട്, നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. സ്ഥിരീകരിച്ചിരിക്കുന്നത് അവിടെ വീട്ടിലേക്കൊക്കെ ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊക്കെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഷഹബാസിൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള സുഹൃത്താണ്. ഷഹബാസ് ഇങ്ങനെ ഈ പ്രശ്നമുണ്ടായതിനു ശേഷം എത്തുന്നത് നദാലിൻ്റെ അടുത്തേക്കാണ്. ഇവനായിരുന്നു ആ സമയത്ത് ഈ വീട്ടിലേക്ക് എത്തിയപ്പോൾ ഷഹബാസിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ സുഹൃത്തായിരുന്നു. മോൻ്റെ അടുത്തേക്കായിരുന്നു എത്തിയത് അല്ലേ? എന്താണ് അവൻ വന്നിട്ട് എന്ത് പറഞ്ഞു? തല പെരുത്തിന് ഒന്ന് കെടുക്കട്ടെ വെച്ച് മുഖം കൈ ആ തിണ്ണമ്മ കിടന്ന് കുറേ വിളിച്ചു നോക്കി, ഒന്നും പറയുന്നൊന്നുമില്ല. അവനെ കൂടുതലുള്ളവനെ ചോദിച്ചപ്പോൾ തല്ല് കിട്ടി അവനെ തമാശ രീതിയിലാണ് പറഞ്ഞത്. അവനെ വിളിച്ചിട്ട് അവനെ എണീക്കുന്നുമില്ല. അപ്പോൾ വെള്ളമാണോ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. ഈ ഷഹബാസ് വന്നതിന് ശേഷം ഈ ഒരു പ്രശ്നമുണ്ടായി വന്നതിന് ശേഷം എത്തുന്നത് ഈ നദാലിൻ്റെ വീട് ഷഹബാസിൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ്. ഇവർ ഒരുമിച്ചായിരുന്നു അല്ലേ? കളിക്കാനൊക്കെ ഒരുമിച്ചായിരുന്നു. ഒരു സ്കൂളിലാണോ പഠിക്കുന്നത്? സ്കൂളല്ല, അപ്പോൾ ഇവർ ഒരുമിച്ചായിരുന്നു. അപ്പോൾ ഷഹബാസ് ഈ പ്രശ്നം ഉണ്ടായതിന് ശേഷം വന്നത് നദാലിൻ്റെ അടുത്തേക്കായിരുന്നു. നദാലിൻ്റെ വീട്ടിൽ വന്നു, പുറത്ത് ഈ എറയത്ത് കിടന്നു. അതിനുശേഷമാണ് ഇവരുടെ അടുത്ത് തല്ലുണ്ടായി, തല പെരുക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് കുറേ നേരം കിടന്നു, സംസാരിക്കുന്നൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഷഹബാസ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നത്. പിന്നീടാണ് അവിടെ നിന്നാണ് ഒട്ടും പറ്റാത്ത രീതിയിൽ അവശനായ രീതിയിലാണ് ഈ ഷഹബാസിനെ ഈ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കും മാറ്റുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് ഷഹബാസ് മരിക്കുന്നത്. അപ്പോൾ ഇത്രയും പ്രശ്നമുണ്ടായതിനു ശേഷം ഇവരോട് കാര്യങ്ങളൊന്നും പറഞ്ഞിരുന്നില്ല. തമാശ രീതിയിലാണ് കൂടെ ഉണ്ടായിരുന്ന കുട്ടി ഷഹബാസിന് തല്ല് കിട്ടി എന്നൊരു കാര്യം ഈ കുട്ടിയോട് പറയുന്നത്. അതിനുശേഷമാണ് ഈ കുട്ടി വീട്ടിലേക്ക് പോകുന്നതും രാത്രി 7 മണിയോടെ, വൈകി തന്നെ നമുക്ക് പറയാം. കാരണം ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം വീട്ടിൽ വന്ന് അവിടെ നിന്നാണ് കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഒരുപക്ഷെ ആ സമയത്ത് തന്നെ ആശുപത്രിയിൽ എത്തിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ കുട്ടിയെ രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു. ഒരു കുടുംബത്തിൻ്റെ തന്നെ വലിയൊരു പ്രതീക്ഷയാണ് ഇല്ലാതായത്. 3 അനിയന്മാരുണ്ട് ഷഹബാസിന് താഴെ. ഇവരെക്കാളൊക്കെ ഒരുപാട് മൂത്ത കുട്ടിയാണ്, 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്, ഒരു നന്നായി പഠിക്കുന്നൊരു കുട്ടിയാണ്. ഈ കൂട്ടുകാർക്കൊക്കെ അത് തന്നെയാണ് പറയാനുള്ളത്. നമ്മുടെ ഈ ഒരു തൊട്ടടുത്തുള്ളൊരു കടക്കാരനോട് ചോദിച്ച ആ സമയത്ത് പോലും ഇദ്ദേഹം പറയുന്നത് കുട്ടി കടയിലേക്ക് വരുമായിരുന്നു, പണമില്ലാത്ത സമയമായിരുന്നെങ്കിൽ ഒരു കഴിക്കാനുള്ളൊരു ഭക്ഷണം എടുത്ത് പിന്നീട് തരാം എന്ന് പറഞ്ഞു പോകുന്ന അത്രയും ആ സമയത്ത് തന്നെ കുട്ടിയുടെ പെരുമാറ്റം കൊണ്ട് തന്നെ ഇവരൊക്കെ കുട്ടിയോട് അത്രയും നല്ല രീതിയിലായിരുന്നു കഴിക്കാനുള്ളത് കൊടുക്കാനും ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു എല്ലാവരോടും ഉള്ള പെരുമാറ്റം. ഈ സുഹൃത്തുക്കൾക്കും അത് തന്നെയാണ് പറയാനുള്ളത്. നമുക്ക് ഈ കാണുന്നത് പോലെ കുട്ടികളൊക്കെ വളരെ വലിയ വിഷമത്തിലാണ്. ഞങ്ങൾ ഈ വന്നു കയറുന്ന സമയത്ത് ഇവരൊക്കെ കൂടെ പഠിക്കുന്ന കുട്ടികളല്ല, കൂടെ നാട്ടിലുള്ള കുട്ടികളാണ്. ഇവരൊക്കെ വലിയ വിഷമത്തിൽ തന്നെയാണ്, കരയുന്നവരുണ്ട്. ഇവരൊക്കെ ഈ പറയുന്നത് പോലെ ഈ നദാലിൻ്റെ അടുത്തേക്കാണ് ആദ്യം എത്തിയത്. ഇവനോടാണ് കാര്യങ്ങൾ പറഞ്ഞത്. അതിനുശേഷമാണ് ഈ ഷഹബാസ് സ്വന്തം വീട്ടിലേക്ക് പോകുന്നതും ഈ ഉമ്മയോടും കാര്യങ്ങൾ പറയുന്നതും പിന്നീടാണ് ഇവനെ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ദൃശ്യ, ഷഹബാസിന്റെ സഹപാഠികൾ, അതായത് സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളൊക്കെ അവിടെയുണ്ടോ? നേരത്തെ തന്നെ ഈ 2 സ്കൂളുകൾ തമ്മിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യം 2 സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ തമ്മിൽ ഉണ്ടായിരുന്നു എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്നും സമാനമായ രീതിയിലുള്ള വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ?
ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് കാര്യം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ട്യൂഷൻ സെൻ്ററിലെ ചെറിയൊരു പ്രശ്നം മാത്രമാണ് ഇവർക്ക് അറിയാവുന്ന കാര്യം. ഇതിനിടയിൽ പക്ഷേ ഷഹബാസ് ഷഹബാസ് ഈ പറയുന്നത് പോലെ ആ ട്യൂഷൻ സെൻ്ററിലെ വിദ്യാർത്ഥിയല്ല, ആ പരിപാടിയിൽ ഷഹബാസ് ഉണ്ടായിരുന്നില്ല. പിന്നീട് എങ്ങനെയാണ് ഷഹബാസ് ആ പ്രശ്നത്തിലേക്ക് എത്തിയത്, എങ്ങനെയാണ് ഷഹബാസിനെ ഈ ഒരു രീതിയിലേക്ക് ആവാൻ കാരണം എന്നുള്ള കാര്യങ്ങളൊന്നും കൂട്ടുകാർക്ക് അറിയില്ല. ഇവർ പറയുന്നത് ആ ഒരു സമയത്ത് ഷഹബാസ് ഈ ഒരു പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ട് എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ തടഞ്ഞേനെ. ഇത്രയും കാലം പ്രശ്നങ്ങൾക്കൊന്നും പോവാതെ ഒരു കാര്യം ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇടപെടാതെ ഇരുന്നൊരു കുട്ടിയാണ് ഷഹബാസ്. ഈ ഒരു സമയത്ത് തന്നെ എങ്ങനെയാണ് ഈ ഷഹബാസ് ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ആർക്കും ഒരു തരത്തിലും അറിയില്ല. പക്ഷേ ഈ വോയിസ് ക്ലിപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇതിനു മുൻപും പ്രശ്നമുണ്ടായിരുന്നു. ആ വോയിസ് ക്ലിപ്പുകൾ പറയുന്നത് കൃത്യമാണ്. ഈ ഒരു മുന്നേ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ വരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന തരത്തിലുള്ള വോയിസ് ക്ലിപ്പുകളാണ് പുറത്തു വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മുൻപേ ഈ സ്കൂളിലെ വിദ്യാർത്ഥികളുമായി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് തന്നെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ ഈ പറയുന്നത് പോലെ കുട്ടികളായാലും വീട്ടുകാരായാലും അല്ലെങ്കിൽ അയൽവക്കക്കാരായാലും പറയുന്നത് ഈ കുട്ടി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊന്നും പോകുന്നതല്ല, എല്ലാവരോടും സൗമ്യമായി ആ ഒരു രീതിയിൽ മാത്രം സംസാരിക്കുന്ന ഒരു കുട്ടിയാണ്. പിന്നെ എങ്ങനെയാണ് ഈ ഒരു പ്രശ്നത്തിലേക്ക് എത്തിയത് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. ഇനി പോലീസ് അന്വേഷണത്തിലൂടെ ഈ കുട്ടികളെ ചോദ്യം ചെയ്താൽ മാത്രമേ എന്താണ് പ്രശ്നം, ഈ ഒരു കാരണം എന്താണെന്നുള്ള കാര്യത്തിലൊക്കെ കൃത്യമായ കൂടുതൽ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം നമുക്ക് അറിയേണ്ടതുണ്ട്. ഈ കാലഘട്ടം എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ. കാര്യം ഈ ഒരു സംഭവത്തിൽ ഈ കുട്ടി നേരിട്ട് ബന്ധപ്പെടുന്നതേ അല്ല. അതായത് ആ ഒരു ട്യൂട്ടോറിയൽ പഠിക്കുന്ന കുട്ടി പോലും അല്ല ഇത്. പക്ഷെ എന്നിട്ട് പോലും അവിടെ നടന്നൊരു സംഭവത്തിന് തൻ്റെ ഫ്രണ്ട് സഹപാഠിക്കുണ്ടായ ഒരു ദുരനുഭവത്തിൽ പ്രതികരിക്കാൻ വേണ്ടി പോയതാണ്. അങ്ങനെ പോയി അവരെ ഗ്യാങ്ങായി അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി, അടിയായി, നല്ല ക്രൂരമായ മർദ്ദനത്തിനിരയായി കുട്ടിക്ക് മരണം കൈവരിക്കേണ്ടി വന്നു. നഷ്ടപ്പെട്ടപ്പോൾ സ്വന്തം അച്ഛനും അമ്മയ്ക്കുമാണ് നഷ്ടപ്പെട്ടത്, വേറെ ആർക്കും ഒന്നും നഷ്ടപ്പെടാനില്ല. ഇന്ന് ദുഃഖം പ്രകടിപ്പിച്ച് നാളെ അതെല്ലാവരും മറക്കും. അതൊരിക്കലും മറക്കാതെ തീരെ നോവായിട്ട് മാറുന്നത് നമ്മുടെ മാതാപിതാക്കൾ മാത്രമേ കാണുള്ളൂ. അതെന്താണ് ഈ കുട്ടികൾ മനസ്സിലാക്കുന്നതെന്ന് അറിയത്തില്ല. ഇതൊരു ഗ്യാങ് ആണ്. നമ്മുടെ ഏറ്റവും കൂടുതൽ കുഴപ്പം എന്താണെന്ന് അറിയാമോ? ഈ കൊറോണ ടൈമിൽ വന്നപ്പോഴത്തേക്കിന് കുഞ്ഞു മക്കൾ തൊട്ട് എല്ലാവരുടെ കയ്യിൽ ഫോൺ വന്നപ്പോഴത്തേക്കിന് സോഷ്യൽ മീഡിയ അവർ വളരെയധികം ആക്റ്റീവായി. ഇപ്പം ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ്, വാട്സപ്പ്, ഇതൊക്കെ നമ്മളെക്കാട്ടിയും കൂടുതൽ നന്നായി ഉപയോഗിക്കാൻ അറിയാവുന്ന ഇപ്പം കുട്ടികളാണ്. ഇപ്പം എല്ലാവരും ഒരുവിധപ്പെട്ട എല്ലാവരും ഇപ്പം 10 വയസ്സുള്ള എൻ്റെ മോൾക്ക് എന്നെക്കാട്ടി നന്നായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനായിട്ട് അറിയാം. ഇൻസ്റ്റാഗ്രാമിൽ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷെ അത് നമ്മുടെ കയ്യിൽ നിന്ന് വന്ന തെറ്റ് തന്നെയാണ്. നമ്മൾ ആ ഒരു ടൈമിൽ അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. നമുക്ക് ഒരു പണ്ട് പറയും നമ്മുടെ ഈ അനുകരണം, ഇത് നിങ്ങൾ അനുകരിക്കരുത്. ഏതെങ്കിലും ഒരു TV പ്രോഗ്രാം കണ്ടു കഴിഞ്ഞാൽ എഴുതി കാണിക്കും കുട്ടികൾ അനുകരിക്കരുതെന്ന്. പക്ഷേ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഇടി സീന്, ഫൈറ്റ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കുഞ്ഞുങ്ങൾ അതേപോലെ അവർ അത് അനുകരിക്കും. കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടുന്നതൊക്കെ കാണുമ്പോൾ ഇത് ഇങ്ങനെയുള്ളില്ലേ, അപ്പോൾ നായകൻ രക്ഷപ്പെടുന്നുണ്ട്, അപ്പോൾ കുട്ടികൾ അവരങ്ങനെ സംഭവിക്കും എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് ഒട്ടും ചിന്താശേഷിയില്ല ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അതായത് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, ഈ കുട്ടിക്ക് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി, ഈ കുട്ടി ഇങ്ങനെ ക്രൂരമായി മർദ്ദിച്ചു, ഇതുണ്ടായപ്പോഴും ഈ കുട്ടി ഹോസ്പിറ്റലൈസ് ആയിരുന്ന സമയത്ത് ഇവർ സംസാരിക്കുന്നുണ്ടായി ഇത് ഗ്രൂപ്പായിട്ട് സംഭവിച്ചതാണ്, അതുകൊണ്ട് ഇത് കേസൊന്നും വരത്തില്ല. അപ്പൊ അത്രമാത്രം അവരതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ കുട്ടികളെന്ന് പറയാൻ സാധിക്കില്ല. 15 വയസ്സായത് കൊണ്ട് ഇവർ കുട്ടികളാണോ? ഇത്ര ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ഇവരെയൊക്കെ എങ്ങനെ നമ്മൾ കുട്ടികളെന്ന് പറയും? ഇപ്പോൾ അവർക്ക് SSLC എക്സാം എഴുതാനുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ ഷഹബാസ് എന്ന് പറഞ്ഞ കുട്ടിക്ക് അവനും ഈ നാളെ തിങ്കളാഴ്ച മുതൽ ഈ മാർച്ച് 3 മുതൽ SSLC എക്സാം എന്ന് പറയുന്നൊരു ഇതിലേക്ക് കാൽവെക്കേണ്ട കുട്ടിയായിരുന്നു. ഇവരുടെ ചെറിയ ചെറിയ ഈഗോ ക്ലാഷിന്റെ ഫലമായിട്ട് നഷ്ടപ്പെട്ടത് ഒരു കുരുന്ന് ജീവനാണ്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഇവരെയൊക്കെ അനുകൂലിക്കാനുള്ള ആളുകളുണ്ടല്ലോ എല്ലാവരും. എനിക്കൊന്ന് കമന്റ് ബോക്സിലൊക്കെ ഒരുപാട് പറയുന്നുണ്ട് ആ കുട്ടികളുടെ ഫോട്ടോസും ഡീറ്റെയിലും കൊടുക്കണം എന്നൊക്കെ. പക്ഷെ ഞാൻ ആ സ്കൂളുകൾ രണ്ട് സ്കൂളിലാണ് കേട്ടോ, രണ്ട് സ്കൂളുകളിൽ പഠിച്ച കുട്ടികളുടെ ഗ്യാങ് ആണ് ഏറ്റുമുട്ടിയത്. അതിൽ ഒരു ഗ്യാങ്ങിലെ കുട്ടിക്കാണ് അപകടം സംഭവിച്ചത്. അപ്പോൾ ഈ സ്കൂളുകളുടെ പേരോ അതുപോലെ തന്നെ കുട്ടികളുടെ പേരോ ഒന്നും ആരും വെളിപ്പെടുത്തുന്നില്ല. കാര്യം കുട്ടികളാണല്ലോ, ഒരു കുട്ടികൾ എന്നുള്ള പരിഗണനയുണ്ട് ഇവർക്ക്. പക്ഷെ ഈ ഒരു പരിഗണന ഇവർ അർഹിക്കുന്നുണ്ടോ? എനിക്കറിയില്ല കേട്ടോ, നിങ്ങൾ പറയണം. ഇങ്ങനെയുള്ള ഇത്രയും കുറ്റവാസനയുള്ള ഇവരൊക്കെ പരിഗണന അർഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നാളെയും കുറ്റങ്ങൾ ചെയ്യാനായിട്ട് ഇവരത് പ്രേരിപ്പിക്കും. കാര്യം ഇവിടുത്തെ നിയമവ്യവസ്ഥ ഒട്ടും ശരിയല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ.
എന്ത് കുറ്റം ചെയ്താലും രക്ഷപ്പെടും എന്നൊരു ഒരു രീതിയിലേക്ക് പോയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കാലഘട്ടത്തിൽ എടി പൊടി വാടി പട്ടി എന്തെങ്കിലും ഒരു വാക്ക് വിളിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ പ്രിൻസിപ്പൽ റൂമിൽ ചെല്ലണം, അല്ലെ HMന്റെ റൂമിൽ ചെന്ന് നമ്മൾ അടി വാങ്ങിക്കുകയാണ്, ചൂരലിന്റെ അടി. ഇന്ന് അധ്യാപകർക്ക് അടിച്ചുകൂടാ, അതുകൊണ്ടാണ് കുട്ടികൾക്ക് എന്തും ചെയ്യാം, യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. ഏതെങ്കിലും കുട്ടിയെ ഏതെങ്കിലും അധ്യാപകർ അടിച്ചു കഴിഞ്ഞാൽ പിറ്റേന്ന് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുക്കും, ബാലാവകാശ കമ്മീഷൻ കേസെടുക്കും. കാര്യം ആ ഒരു അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കാലഘട്ടം വളരെ 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 മോശമാണ്. സമൂഹം വളരെയധികം ഒരു വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ പറയണം, ഒരു ഇത് കിട്ടുന്നില്ല. കാര്യം അത്രമാത്രം നമ്മുടെ സമൂഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ മുതിർന്നവർ, അതായത് കുട്ടികളെന്നല്ല ഇവരെ നമ്മൾ പറയേണ്ട, മുതിർന്നവർ എന്നൊരു രീതിയിലേക്ക് മാറണം. അതായത് കുഞ്ഞുങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അല്ല ഇവർ ചെയ്തിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെയധികം നിഷ്കളങ്കരാണ്. ഇത് കുട്ടികളല്ല കേട്ടോ. ഇവര് നമ്മൾ കുട്ടികളെന്നൊരു ലിസ്റ്റിലേക്ക് പെടുത്താനേ പറ്റത്തില്ല. ഇവരൊക്കെ ഇനി എന്ന് നന്നാകും എനിക്കറിയില്ല കേട്ടോ. സ്കൂളിലെ അധ്യാപകർക്ക് പോലും ഇപ്പോൾ കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. കാര്യം അധ്യാപകർക്ക് വളരെയധികം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവരുടെ ഈ ലഹരി ഉപയോഗങ്ങൾ, സ്കൂളിലേക്കൊക്കെ തന്നെ ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ എത്തിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും മൊബൈലിന്റെ അമിതമായ ഉപയോഗം, മിസ്യൂസ് എന്ന് തന്നെ പറയാം. മൊബൈലിന്റെയൊക്കെ മിസ്യൂസ് ആണ് സത്യം പറഞ്ഞാൽ ഇതിലേക്കൊക്കെ എത്തിക്കുന്നത്. അത്രമാത്രമാണ് കുട്ടികൾ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ടിരിക്കുന്നത്. എന്നിരുന്നാലും ഇനിയെങ്കിലും ഇങ്ങനെ ഷഹബാസ് പോലുള്ള ഇനി അടുത്തൊരു കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ വരാതിരിക്കട്ടെ. ഈ ഗ്യാങ് കൂടുക, അതിന് ചെയ്യാൻ പറ്റുന്നത് സ്കൂളിൽ ഈ ഗ്യാങ്ങുകൾ പൊളിക്കുക എന്നുള്ളതാണ് കേട്ടോ. എൻ്റെയൊക്കെ മോള് പഠിക്കുന്ന സ്കൂളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ ഒരു ഷിഫ്റ്റ് ചെയ്യുക, അതായത് ഒരു ക്ലാസ്സിൽ ഷഫിൾ ചെയ്ത് ഇങ്ങനെ കുട്ടികളെ ഈ ബെഞ്ചിലിരിക്കുന്നവരെ അടുത്ത ആഴ്ച അടുത്ത ബെഞ്ചിലോട്ട് മാറ്റി അങ്ങനെയൊക്കെ ഇരിക്കും. ഞാനും സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ ഒരുമിച്ച് ഒരു ക്ലാസ്സിൽ ഒരുമിച്ചിപ്പോൾ ഒരു വർഷം ഫുള്ള് നമ്മൾ ഒരു ബെഞ്ചിലെ ഒരു കുട്ടികളുടെ അല്ല ഇരുത്തുന്നത് കുട്ടികളെ ക്ലാസ്സിലൊക്കെ. അപ്പം നമ്മുടെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും മാറ്റി നമ്മളിങ്ങനെ ഇരുത്തും. അപ്പോഴത്തേക്കും നമ്മുടെ ക്ലാസ്സിൽ എല്ലാവരുമായിട്ട് കൂട്ടാണ്, അല്ലാതെ പ്രത്യേകിച്ച് 2-3 പേരിൽ മാത്രം ആ കൂട്ട് ഒതുങ്ങി അതൊരു വലിയ ബോണ്ടിങ് ആയിട്ട് മാറത്തില്ല. അങ്ങനെ വരുമ്പോഴത്തേക്കാണ് അവനെ തൊട്ടാൽ ഈ അക്കളി തീക്കളി സൂക്ഷിച്ചോ എന്നൊക്കെ പറയുമല്ലോ, അത് ഞങ്ങളെ തൊട്ട് കളിച്ചാൽ അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു രീതിയിലേക്ക് മാറും. ഇതിപ്പോൾ അങ്ങനെയല്ല. ഒരു ക്ലാസ് ഫുൾ ആ ഒരു ബോണ്ടിങ് വരുമ്പോഴത്തേക്ക് ഇത്രമാത്രം ആ ക്ലാസ്സിലുള്ളവർക്കിടയിലെങ്കിലും ആ ഒരു വൈരാഗ്യം നഷ്ടപ്പെടും. അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ്സുകൾ ഷിഫ്റ്റ് ചെയ്ത് വിടുക. ഈ 1 A പഠിക്കുന്ന കുട്ടികളെ 2 Bയിലാക്കുക, 3 Cയിലാക്കുക, 4 Dയിലാക്കുക, അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ ക്ലാസ് ഷിഫ്റ്റ് ചെയ്ത് വിടുകയാണെങ്കിൽ ഇവർക്കിടയിൽ എല്ലാ ക്ലാസ്സിലുള്ള കുട്ടികളോട് നല്ലൊരു ബന്ധം വരികയും ഈ ഒരു ഇഷ്യൂസ് ഒന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. എല്ലാ കുട്ടികളോടും നല്ല സ്നേഹത്തോട് പോകാൻ പറ്റും. അതിനൊക്കെ പറ്റുന്ന ഒറ്റയൊരു വിഭാഗം അധ്യാപകന് മാത്രമാണ് കേട്ടോ. പിന്നെ പേരൻസ് നല്ല രീതിയിൽ കൗൺസിലിംഗ് കൊടുക്കുക, കുട്ടികളോട് കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കുക, അവരുടെ മനസ്സിലുള്ള ഈ ആക്രമണ സ്വഭാവങ്ങളെയൊക്കെ മാറ്റാൻ ശ്രമിക്കുക. അങ്ങനെയൊക്കെ മാത്രമേ നമുക്കിത് മാറ്റിയെടുക്കാൻ സാധിക്കൂ. ഇനിയടുത്ത തലമുറ എന്ന് പറഞ്ഞാൽ ഒട്ടും ഇതില്ല കേട്ടോ, അനുസരണാശീലമൊന്നും ഒട്ടും കാണത്തില്ല. നമ്മൾ എന്ത് എന്ന് ചോദിച്ചാൽ കൊന്ത് എന്ന് പറയുന്ന രീതിയിലേക്ക് കുട്ടികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏത് വീട്ടിലെ കുഞ്ഞുങ്ങളുണ്ട് തർക്കുത്തരം പറയാത്ത? ഇപ്പൊ എല്ലാ വീട്ടിലും തർക്കുത്തരം, സകലമാണ്. എന്ത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും അപ്പോഴേ തർക്കുത്തരമാണ്. അവർക്ക് മാതാപിതാക്കളോ അധ്യാപകരോ ഒന്നും ഒരു വിലയില്ല. അപ്പൊ പിന്നെ അവർ ആരെയും പേടിക്കില്ല. അപ്പം ആരെ കൊന്നാലും ചവിട്ടിയാലും പിച്ചിയാലും ഇടിച്ചാലും അവർക്ക് യാതൊരുവിധ പേടിയും പ്രശ്നങ്ങളും ഇല്ല. നമ്മുടെ കാലഘട്ടത്തിൽ നിന്ന് ഒരുപാട് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ സമൂഹം. അപ്പം ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയെങ്കിലും കുട്ടികളിൽ ഈ ആക്രമണ സ്വഭാവങ്ങളെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അവർക്ക് നല്ല കൗൺസിലിംഗ് കൊടുത്ത് അവരെ ഇതിൽ നിന്നൊക്കെ തിരിച്ചു വിടുക. ഈ ഒരു വാർത്ത കണ്ടപ്പോൾ വളരെയധികം ദുഃഖം തോന്നി. നമ്മുടെ വീട്ടിലൊരു കുഞ്ഞിന് പറ്റിയതുപോലെ മനസ്സ് വളരെയധികം വേദനിക്കുന്നു. അതുകൊണ്ടാണ് കേട്ടോ ഈ ഒരു സംഭവം ഞാൻ ഈ ഒരു സമയത്ത് ചെയ്തത്. ഇന്ന് വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഈ ഒരു വാർത്ത കണ്ടപ്പോൾ പോസ്റ്റ് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല. അപ്പം ഈ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.